മറ്റൊന്ന് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിക്കുമെന്നുള്ള സൂചനകൾ കൂടി വരികയാണ്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടി സ്ഥാനാർത്ഥികളോടുള്ള മത്സരം ഒഴിവാക്കാനാണ് നടപടി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. രാഹുലിന് പകരം സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകളും കോൺഗ്രസിൽ സജീവമാണ്. വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാൻ രാഹുലിന്റെ സ്ഥാനാർത്ഥ്യം സഹായിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. അതേസമയം രാഹുലിന്റെ വരവ് തടയാൻ ഉദ്ദേശിച്ച് ദേശീയ നേതാവായ ആനി രാജയുടെ പേരാണ് CPI പരിഗണിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നതിനേക്കാൾ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിനാണ് രാഹുൽ ഗാന്ധി മുൻഗണന നൽകുന്നത്. കർണാടകയിലെയും തെലങ്കാനയിലെയും ചില സീറ്റുകൾ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് ഇത്തവണ രാഹുൽ ഗാന്ധി വയനാടേക്ക് മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും. രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ പകരം ആരായിരിക്കുമെന്ന ചർച്ചകളും കോൺഗ്രസിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ 2 തിരഞ്ഞെടുപ്പുകളിൽ MI ഷാനവാസാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2019 T സിദ്ദീഖിനെയാണ് സ്ഥാനാർത്ഥിയായി ആദ്യം തീരുമാനിച്ചതെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ സിദ്ദീഖ് പിന്മാറി. മുസ്ലിം വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ നിയോഗിക്കണമെന്നാണ് കോൺഗ്രസിലെ ചർച്ച. CPM സ്ഥാനാർത്ഥി പട്ടികയിലെ മുസ്ലിം പ്രാതിനിധ്യവും കോൺഗ്രസിന്റെ ശ്രദ്ധയിലുണ്ട്. UDF കൺവീനർ MM ഹസൻ, KPCC സെക്രട്ടറി KP നൌഷാദ് അലി, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത്. പരിഗണനയിലുള്ള മലബാറിലെ നേതാക്കളിൽ KP നൌഷാദ് അലിക്ക് ഇരുവിഭാഗം സമസ്തയടക്കം മുസ്ലിം സംഘടനകളുമായുള്ള ബന്ധം മുൻതൂക്കം നൽകുന്നുണ്ട്. പൊന്നാനിയിൽ സമസ്തയുമായി ബന്ധമുള്ള KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയതിന് മറുതന്ത്രം മെനയാനും നൌഷാദ് അലിയെ രംഗത്തിറക്കുന്നതിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത്. വയനാട് മത്സരിക്കുന്നത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് കോൺഗ്രസ് ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കും. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. മുഹമ്മദ് അസ്ലം തന്നെയുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നുള്ള സൂചനകൾ വന്നതോടുകൂടിയാണ് ലീഗ് വയനാട് സീറ്റ് എന്നൊരാവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. ആർക്കായിരിക്കും, എന്തായിരിക്കും, എല്ലാ തീരുമാനങ്ങളും ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുക, അല്ലേ? ജെൽസി, വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ലീഗ് അത്തരം ഒരു കടംപിടുത്തം പിടിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ഒന്നുകിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പറഞ്ഞ സീറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം ആ ഘട്ട ചർച്ചകളിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ പോലും ആ സീറ്റ് ലീഗിന് കൊടുക്കുന്ന ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ആലോചിച്ച ശേഷം മാത്രമേ കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലേക്ക് ലീഗ് അവകാശവാദം ഉന്നയിക്കില്ല എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. പക്ഷേ സുപ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനുള്ള സാധ്യത കുറഞ്ഞു എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ അറിയാം 19 സീറ്റ് 20ൽ 19 സീറ്റും വിജയിക്കുന്നതിലേക്ക് UDFനെ നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥ്യമാണ്. വയനാട് ആദ്യം T സിദ്ദീഖ് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. വളരെ പെട്ടെന്നാണ് രാഹുൽ ഗാന്ധി വയനാടേക്ക് എന്നൊരു വാർത്ത വരുന്നത്. അതിനെ തുടർന്ന് രാഹുൽ വയനാട് വരുന്നു, മത്സരിക്കുന്നു. ഈ ഒരു ഉണ്ടാക്കിയ വളരെ വലിയൊരു ആവേശം കോൺഗ്രസിലും അതോടൊപ്പം തന്നെ കേരളത്തിലുണ്ടാക്കിയ ഒരു തരംഗവുമാണ് ശരിക്കും ശബരിമല ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങൾക്കൊപ്പം തന്നെ 19 സീറ്റ് എന്ന് പറയുന്ന ഒരുപക്ഷെ UDFന് ഇതുവരെയും കിട്ടാത്തൊരു വലിയ വിജയത്തിലേക്ക് അതിനെ നയിച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തവണയും അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കർണാടകയിലെ ഒരു സീറ്റ് ബെല്ലാരിയോ അല്ലെങ്കിൽ തെലങ്കാനയിലെ ഒരു സീറ്റിലേക്കോ അദ്ദേഹം മത്സരിച്ച് മാറാനുള്ള സാധ്യതയാണ് നേരത്തെ തന്നെ അത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരും. അങ്ങനെയാണെങ്കിൽ മറ്റാരെന്നതിനെ കുറിച്ചുള്ള സജീവ ചർച്ചയിലേക്കും അവർ കോൺഗ്രസിനകത്ത് ഔദ്യോഗികമായി കടന്നിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കുകയുള്ളൂ. ശരി അസ്ലം, എന്തായാലും ഇത്തവണ UDFന് രാഹുൽ ഗാന്ധി ഇമ്പാക്റ്റിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എഫക്റ്റിൽ കണ്ടുവയ്ക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം തെലങ്കാനയിലോ കർണാടകയിലോ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.